കേരളത്തിൻ്റെ തനത് കലാരൂപം ആണ് കഥകളി. കഥകളിയുടെ ആദ്യ കലാരൂപം രാമനാട്ടം. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. വെട്ടത്ത് സമ്പ്രദായം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപമാണ് കഥകളി. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി. കഥകളി മുദ്രയ്ക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ 24. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും 5 തരംതിരിച്ചിരിക്കുന്നു: പച്ച, കത്തി, താടി, കരി, മിനുക്ക്. പച്ച സ്വാധിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. ഉദാഹരണം: ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാർ. കത്തി ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. ഉദാഹരണം: രാവണൻ, കംസൻ. കരി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. താടി പ്രധാനമായും 3 തരം വേഷങ്ങളാണുള്ളത്. വെളുത്ത താടി മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെപ്പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെള്ളത്താടി. ചുവന്ന താടി ദുഷ്ടകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി. കറുത്ത താടി വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. 2 എക്സ്ട്രാ പോയിന്റ് കൂടെ പറഞ്ഞു തരാം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്. പ്രശസ്ത കഥകളി കലാകാരന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, മങ്കുളം വിഷ്ണു നമ്പൂതിരി. കഥകളി സംഗീതത്തിൽ ഉള്ള പ്രശസ്തരായ ഗായകൻ അല്ലെങ്കിൽ ഗായകർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. PSC എക്സാമൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.